ആ ഇനി വരൻ ഒപ്പിട്ടു. വിളിക്കുന്നു, പോയി ഒപ്പിട്. മാറി നിക്കടാ. ജഗദീപ് വന്നൊപ്പിട. ഞാൻ ഒപ്പിടൂല. എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ് അവിടെ എവിടെ ഒന്നും ഒപ്പിടരുത്. അച്ഛൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങിക്കണമെന്ന് അമ്മ പറഞ്ഞു. ചെന്നൊപ്പിടാ. ഞാൻ ഇടൂല. നിന്നോടാ പറഞ്ഞ ഇടാൻ. ഇടൂലെന്നല്ലേ പറഞ്ഞ പോടാ. നിന്നെ കൊണ്ട് ഞങ്ങൾ ഇടിക്കും. എന്തായിരുന്നു? ഇല്ലേ നിന്നെ ഞങ്ങൾ ഇന്ന് ഇടിക്കും. മര്യാദക്ക് ഒപ്പിടാ. ഇങ്ങോട്ട് പോടാ. നീ പിടിക്കരുതെന്ന് കൊടുത്തില്ലല്ലേ? എന്റെ കൂളിംഗ് ഗ്ലാസ് പോയാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല. പിടിക്കരുത്, കൈ പിടിക്കും. വിട്ടേക്കല്ലേ, പിടിച്ചു വെച്ചേക്കണം. വിടില്ല മേഡം. എന്റെ കൈ പിടിച്ച് തിരിക്കാതാ. എന്നോട് ഇടാനാ പറഞ്ഞ. നീ ഒപ്പിടത്തില്ലല്ലേ? ഇടാൻ എന്നോട് പറഞ്ഞ ഒപ്പിടാൻ. ഇടറാ. മര്യാദക്ക് ഒപ്പിടാൻ. എനിക്ക് ശ്വാസം മുട്ടുന്നതാ. എന്നാ ഒപ്പിട. അയ്യോ, കണ്ടോ എന്റെ കണ്ണാടി. ഞാൻ ഓടോടാ. അയ്യോ, എവിടാ? ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ. ഇടാൻ. ആ എന്നാ വിട്ടു. മതിയല്ല. മതി. വാ രോഹിത്. അല്ല ശ്യാമേ, ഇത് രോഹിത് വന്നേ. വാ. എന്താടോ ഒരു അനാവശ്യത്തെ എടുക്കും? വരുന്നേ. വാ രോഹിത്. വാ. വാ. ശ്യാമേ, ഇയാൾ ഈ ഹോട്ടലിൽ മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് തന്നെ വരണമെന്ന് വാശി പിടിച്ചത്? അല്ല, ഞാൻ നോക്കിയിട്ട് മറ്റ് ഹോട്ടലുകളുമായി വ്യത്യാസമൊന്നുമില്ല. ദാ നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ നമുക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുക. റിസർവ് ചെയ്തിരിക്കുന്നോ? ആ. ആര്? അതിന് തനിക്ക് ഈ ഹോട്ടലിലെ നമ്പർ അറിയായിരുന്നോ? രോഹിത് വാ. ഇരിക്കേ. ഇവിടെ എന്താ വേണ്ടത്? ഓറഞ്ച് ജ്യൂസ് ആയാലോ? രോഹിത് ഓറഞ്ച് ജ്യൂസ് കുടിച്ചോ. എനിക്ക് മിൽക്ക് ഷേക്ക് 2 എണ്ണം. എനിക്ക് മിൽക്ക് ഷേക്ക് വേണ്ട. രോഹിത് ഓറഞ്ച് ജ്യൂസ് കഴിച്ചോ, ഒപ്പം മിൽക്ക് ഷേക്ക് 2 എണ്ണം. ഇപ്പൊ ഒന്ന് ഫ്രീ ആയില്ലേ? അല്ല, എന്താ സംസാരിക്കണമെന്ന് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തെ പറ്റി തന്നെയാ. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാ ശരിയാവില്ല. ഇങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് എനിക്കും ആഗ്രഹമില്ല ശ്യാമേ. നമുക്ക് ഈ പിണക്കവും പരിഭവവും ഒക്കെ മാറ്റിവെച്ച്
പുതിയൊരു തുടക്കമാവാം. ഇതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുക. പരസ്പരം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവുമല്ലോ. രോഹിത് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ പകുതി മാത്രം. സംഭവിക്കാനുള്ളതല്ല സംഭവിച്ചത്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയാൻ എന്റെ മനസ്സ് തയ്യാറല്ല. നമ്മൾ മനസ്സ് വെച്ചാ മറ്റൊരു യാഥാർത്ഥ്യം ഉണ്ടാവും, ഒരു പുതിയ തുടക്കം. നമ്മൾ ഒരുമിച്ചല്ല, നമുക്ക് രണ്ടുപേർക്കും വെവ്വേറെ തുടക്കം. ആ, മനസ്സിലായില്ല. നോക്ക് രോഹിത്, നമ്മുടെ അഭിരുചികൾ വ്യത്യസ്തമാണ്. ഈ ഓറഞ്ച് ജ്യൂസും മിൽക്ക് ഷേക്കും പോലെ. പ്രായം കൊണ്ടായിരിക്കും നമ്മുടെ താല്പര്യങ്ങൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. റെയിൽവേ പാളങ്ങൾ പോലെ സമാന്തരമായി അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു ജീവിതം മുഴുവൻ അങ്ങനെ കൃത്രിമമായി ജീവിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ബോറായിരിക്കും. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുവീഴ്ചയും ത്യാഗവും ചെയ്ത് ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ച്, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല രോഹിത്. കുഞ്ഞേച്ചിയോ വല്യേച്ചിയോ പോലെ ജീവിക്കാനും എനിക്കറിയില്ല. ജീവിതത്തെ പറ്റി എനിക്കുള്ള കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ അതൊരു ബോളിവുഡ് മൂവി പോലെ കളർഫുൾ ആയിരിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ത്രില്ലിംഗ് സീൻസ്, സസ്പെൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് പറ്റുന്നത്ര ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്യാമേ. പിന്നെ ശ്യാമയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞാൻ മാറാം. ഞാൻ പറഞ്ഞില്ലേ രോഹിത്, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കിനോട് തന്നെ എനിക്ക് വെറുപ്പാ. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും, മറ്റേയാളുടെ സന്തോഷത്തിന് വേണ്ടി താൻ തന്റെ സന്തോഷങ്ങൾ നീക്കി വെക്കുകയാണല്ലോ എന്ന്. ഒരു ഔദാര്യം ചെയ്യുന്ന പ്രതീതി. എത്ര അടക്കി വെച്ചാലും പിന്നീട് അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. വലിയ വഴക്കിലും ചിലപ്പോ വേർപിരിയലും വരെ കലാശിക്കും. എന്തിനാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചാ പോരെ? വിവാഹം കഴിഞ്ഞാൽ പൂർണ്ണമായും സ്വന്തം താല്പര്യത്തിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ ശ്യാമേ. കറക്റ്റ്. ഇപ്പൊ രോഹിത്തിന്റെ പോയിന്റിലേക്ക് വന്നു. ഒരേ താല്പര്യങ്ങളുള്ളവരാണ് വിവാഹം കഴിക്കേണ്ടതും ഒന്നിച്ച് ജീവിക്കേണ്ടതും. ശ്യാമ എന്താ പറഞ്ഞു വരുന്നത്? ഒറ്റ വാചകത്തിൽ പറഞ്ഞ നമുക്ക് പിരിയാം രോഹിത്. ശ്യാമേ, നീ എന്താ തമാശ പറയണോ? തമാശയല്ല രോഹിത്. രോഹിത് ഇത്രയധികം ഞെട്ടേണ്ട കാര്യമില്ല. എന്റെ അറിവോടെ അല്ലാതെ എന്ന് തീർത്ത് പറയാനാവില്ല. എന്റെ സമ്മതത്തോടെ അല്ല എന്നതാണ് ശരി. അങ്ങനെ രോഹിത് എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്നല്ലാതെ നമുക്കിടെ മറ്റൊരു ബന്ധമുണ്ടായിട്ടില്ലെന്ന് രോഹിത്തിനും അറിയാം. അക്കാര്യത്തിൽ ആദ്യം രോഹിത്തിനോട് പ്രതിഷേധവും രോഷവും ഒക്കെ എനിക്കുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാനതൊക്കെ വിട്ടു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. നമ്മളൊക്കെ അതിന്റെ ഇരകളാവുമായിരുന്നില്ലേ? പിന്നെ കുറച്ചു നാള് നമ്മൾ റൂംമേറ്റ്സ് ആയി. അതിലും എനിക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ഇപ്പോ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളില്ലേ, ആൺ പെൺ ഭേദം ഇല്ലാതെ ഫ്ലാറ്റും വീടും റൂമും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. അവരൊക്കെ സുഹൃത്തുക്കൾ മാത്ര. നമ്മളും അങ്ങനെ തന്നെ കരുതിയാൽ മതി. ഇതല്ലാതെ എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല രോഹിത്. സത്യാമ്മയെ ബോധ്യപ്പെടുത്താനുള്ള നാടകം അല്ല എന്റെ ജീവിതം. പക്ഷേ സത്യാമ്മ അടക്കമുള്ളവർ ഇത് അംഗീകരിക്കുമോ ശ്യാമേ? ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ എടുത്തുചാട്ടം അല്ല രോഹിത് ഇത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആരും അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ
അപ്പോഴേക്കും ഞാൻ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് എന്റെ ജീവിതം തുടങ്ങിയിരിക്കും. ആര്? അവൻ തന്നെ, ദീപക്. അവൻ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത് വരെ ഞാൻ സത്യമ്മയുടെ വീട്ടിലുണ്ടാവത്തുള്ളൂ എന്ന് രോഹിത്തിനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഞാനും ദീപക്കുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവൻ എൻ്റെ മെസ്സേജുകളും കോളുകളും അവഗണിച്ചെങ്കിലും സംഭവിച്ചതൊക്കെ പതിയെ ഉൾക്കൊള്ളാൻ അവനെ കൊണ്ട് സാധിച്ചു. അവൻ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഹോട്ടലിൽ വന്നത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കുന്ന രോഹിത്തിന് കോടി കോടി താങ്ക്സ്. 1000 കോടി താങ്ക്സ്. വരുന്നുണ്ട്. വാ ദീപക്, വാ. എനിക്ക് ദീപക്. ഹലോ രോഹിത്. ദീപക് പ്ലീസ്, വേണമെങ്കിൽ ദീപകിന്റെ കാല് ഞാൻ പിടിക്കാം. ഈ തീരുമാനത്തിൽ നിന്ന് ഒന്ന് പിന്മാറണം. ഒരു പെൺകുട്ടിയുടെ ഭാവിയെ കരുതിയ ശ്യാമയുടെ വിവാഹം ഇന്ന് തന്നെ നടക്കണം. താൻ തന്നെ കെട്ടിക്കോളെ. കൊടുകൈ. ഇനി പിണക്കൊന്നും വെച്ചോണ്ടിരിക്കണ്ട. ആ ദീപക് അങ്ങോട്ടിരിക്കേ. ദീപക്കിന് ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്ക്. ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം. ഏയ് വേണ്ട. മാറിയിരിക്കുന്നെങ്കിൽ മാറിയിരിക്കട്ടെ ദീപക്. നമുക്ക് അല്പം പ്രൈവസി വേണ്ടേ? അതല്ല, രോഹിത് കൂടി കേൾക്കണം എൻ്റെ സംസാരം. രോഹിത് ഇരിക്കേ. ആദ്യമായി രോഹിതിനോടൊരു സോറി പറഞ്ഞോട്ടെ. അന്ന് അത്രയും പരുഷമായി പെരുമാറിയതിനും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതിനും. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദീപക്. അങ്ങനെയല്ലല്ലോ ഞാൻ നേരിട്ട് പറയുമ്പോൾ. തെറ്റിദ്ധാരണ ഉണ്ടാ അന്ന് അങ്ങനെ പെരുമാറിയത്. വാസ്തവത്തിൽ അവിടെ തീരുമായിരുന്നു ശ്യാമയുടെ ജീവിതം. സർവ്വതും നഷ്ടപ്പെട്ട് തകർന്നു നിന്ന ശ്യാമയുടെ കരുത്തിൽ താലി കെട്ടി സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച രോഹിതിന്റെ വലിയ മനസ്സാ. എന്തിനാ ദീപക് ഇനി പഴങ്കഥകളൊക്കെ വിളമ്പുന്നത്? നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതാണ് പ്രധാനം. നമുക്ക് പരസ്പരം മറക്കാം രോഹിത്. നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ശ്യാമയും അങ്ങനെ തന്നെ കരുതണം. ഞാൻ എപ്പോഴേ അതൊക്കെ മറന്നു കഴിഞ്ഞ ദീപക്. ഒപ്പം എന്നെയും മറക്കണം. എന്താ ദീപക് പറഞ്ഞേ? ശ്യാമേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനി എന്തൊക്കെ വിശദീകരണം കൊടുത്താലും ബന്ധുക്കളെയോ നാട്ടുകാരെയോ പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല. അവരുടെ ഒന്നും മനസ്സിനത് മാഞ്ഞിപ്പോവില്ല.
എന്നും ഒരു കറയായിട്ട് അതങ്ങനെ കിടക്കും. ശ്യാമേ, ട്രൈ ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ശ്യാമയ്ക്ക് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവില്ല. അച്ഛൻ്റെ അമ്മയുടെ തീരുമാനത്തിനപ്പുറം എനിക്ക് മറ്റൊരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കണം. എൻ്റെ അച്ഛമ്മ അത്യാസ നില കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് അച്ഛമ്മയുടെ അന്ത്യ അഭിലാഷമായിരുന്നു. ശ്യാമയുടെ കല്യാണം മാറിപ്പോയ സ്ഥിതിക്ക് അച്ഛനും അമ്മയും എനിക്ക് പുതിയൊരു ബന്ധം ഉറപ്പിച്ചു. അച്ഛൻ്റെ ബിസിനസ് ഫ്രണ്ട്സിൽ ഒരാളുടെ മകളാ. പേര് മിഥില. തറവാടിത്തവും പണവുമെല്ലാം തോളൊപ്പം, സൗന്ദര്യമുണ്ട്. ബന്ധം വേണ്ടെന്ന് പറയാൻ തക്ക കാരണമൊന്നും ഞാൻ കണ്ടില്ല. ഉടനെയുണ്ട് ഞങ്ങളുടെ വിവാഹം. പിന്നെന്തിനാ ദീപക് എന്നെ കാണണമെന്ന് പറഞ്ഞ്? ശ്യാമയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇപ്പോഴുള്ള ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകണമെന്ന് പറയാൻ. എന്നെ പൂർണ്ണമായും മറക്കണമെന്ന് ഉപദേശിക്കാൻ. മെയിലിൽ എൻ്റെ ഫോണിലേക്ക് മെസ്സേജോ കോളോ വരരുതെന്ന് പറയാൻ. പറ്റുമെങ്കിൽ എൻ്റെ നമ്പർ തൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. സോറി ശ്യാമേ, മിഥില അല്പം സംശയരോഗമുള്ള കൂട്ടത്തിലാണ്. ആദ്യ വിവാഹം മുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വിവാഹം എങ്ങനെയാ തീരുമാനിച്ചത്? നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നോ? ഇപ്പോൾ ഇവിടേക്ക് കോണ്ടാക്ട് ഉണ്ടോ എന്നിങ്ങനെ 100 സംശയം. ഇനിയും ഫോൺ കോളും മെസ്സേജും ഒക്കെ കണ്ട് ബന്ധം തുടക്കത്തിലെ തന്നെ വഷളാക്കേണ്ടെന്ന് കരുതിയ ഞാൻ. എൻ്റെ ഫോണിൽ ശ്യാമയുടെ ചില മെസ്സേജുകളും മിഥില കണ്ടിട്ടുണ്ട്. രോഹിത്തിന്റെ കൂടെ അറിവോടെയാ നമുക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് അവളെ ബോധ്യപ്പെടുത്താനാ രണ്ടാളും കൂടി വരാൻ ഞാൻ പറഞ്ഞത്. അവളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ശ്യാമയല്ലേ? ഇത് തന്നെയാണോ ഇവളുടെ ഹസ്ബൻഡ്? അതെ. ദീപക് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നമുക്ക് പോവാം. അല്ല, ഇവരെ പരിചയപ്പെടണ്ടേ മിഥിലയ്ക്ക്? പരിചയപ്പെട്ടല്ലോ. കൂടുതൽ പരിചയം ദോഷമേ ചെയ്യൂ. ദീപക് വേഗം എഴുന്നേറ്റേ. വാ. ഇനി കൊണ്ടുവാ. എല്ലാരും മധുരം കഴിക്കണം. താങ്ക് യു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ രണ്ടുപേരും സമാധാനമായിട്ട് മുന്നോട്ട് പോകണം. ശരി രജിസ്റ്റർ മാമ,
നിങ്ങൾ വലിയ മനുഷ്യനാണ് കേട്ടോ. അനുഗ്രഹിക്കണം. നന്നായി വരും മോനെ. ടേസ്റ്റ് ആവുമ്പോ എന്തിനു കരയുന്ന? കരയല്ലേ? ഒരുപാട് കല്യാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാ ഒരാൾ എന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നത്. മോന് പറ്റുമെങ്കിൽ അച്ഛനോട് പറഞ്ഞ് എന്റെ മോന് അവിടുത്തെ കമ്പനി ഒരു ജോലി വാങ്ങിച്ചു തരണം. ഏതാ അച്ഛൻ്റെ കാര്യം പറഞ്ഞ? രാമേന്ദ്രൻ സാറിനോട്. ഏതാ രാമേന്ദ്രൻ? ഓ, രാമേന്ദ്രൻ അച്ഛൻ. അത് ഈസി കേസല്ലേ, ഞാൻ പറയാം. യെസ് മിസ്റ്റർ ഗുണ്ടാസ്, നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് പറയൂ. ഞങ്ങൾ ഗുണ്ടകളാ. ഓ ശരി, ഗുണ്ടച്ചേട്ടൻ പറ. ചിറക്കൽ ഗ്രൂപ്പിന്റെ വെട്ടാനും കുത്താനും ഒക്കെയുള്ള മുഴുവൻ കൊട്ടേഷനും ഞങ്ങൾക്ക് കയറണം. ആയിക്കോട്ടെ. ഹാപ്പിയല്ലേ? നിർത്ത്. ജഗദീപ് മോൻ അങ്ങനെ വാക്ക് കൊടുക്കാനൊക്കെ വരട്ടെ. ചിറക്കൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി സരളയാ തീരുമാനിക്കുന്നത്. അല്ലേ മോളെ? പിന്നല്ലാണ്ട്. എന്നാ നമുക്ക് പോകാം. എങ്ങോട്ട്? മോന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്.